36 മലയാളി നഴ്സുമാരെ ചൊവ്വാഴ്ച ഇന്ത്യയിലെത്തിക്കുമെന്നായിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയ വക്താവ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. അതിനുള്ള ചില നടപടികൾ ആരംഭിച്ചിരുന്നെങ്കിലും വിമത പോരാളികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ആശുപത്രി കെട്ടിടത്തിൽ നിന്ന് ഇവരെ സുരക്ഷിതമായി മാറ്റാവുന്ന സാഹചര്യമല്ല ഉള്ളതെന്ന് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കെട്ടിടമൊഴിയാൻ വിമത പോരാളികൾ ആവശ്യപ്പെട്ട് അധികം കഴിയും മുൻപേ നഴ്സുമാരുമായി ടെലിഫോണിൽ ബന്ധപ്പെടാനുള്ള സൗകര്യവും ഇല്ലാതായി. നഴ്സുമാരോട് തിക്രിത്തിന്റെ അയൽപട്ടണമായ മൊസൂളിലേക്ക് മാറാൻ വിമത പോരാളികൾ നിർദ്ദേശിച്ചതായാണ് വിവരം. തിക്രിത്തിൽ നിന്നും ബാഗ്ദാദിലേക്കുള്ള പ്രധാന പാതയിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇതാണ് നഴ്സുമാരെ ബാഗ്ദാദിലെത്തിച്ച് വിമാനമാർഗം നാട്ടിലേക്ക് അയക്കുന്നതിന് തടസ്സമായിരിക്കുന്നതെന്ന് ഇറാഖിലെ ഇന്ത്യൻ നയതന്ത്ര വൃത്തങ്ങൾ വിശദീകരിച്ചു. എന്നാൽ ആശുപത്രിയിലെ ബംഗ്ലാദേശ് നഴ്സുമാരെ ആ രാജ്യം ഇടപെട്ട് കഴിഞ്ഞ ദിവസമാണ് മടക്കിക്കൊണ്ടുപോയത്. ഇപ്പോൾ ആശുപത്രിയിൽ ബാക്കിയുള്ളത് 46 ഇന്ത്യൻ നഴ്സുമാർ മാത്രമാണ്. നഴ്സുമാർ വലിയ പ്രയാസത്തിലാണ് അകപ്പെട്ടതെങ്കിലും ഇവരെ അധികം വൈകാതെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചത്. അതേസമയം ആഴ്ചകൾ മുൻപേ തട്ടിക്കൊണ്ടുപോയ 39 ഇന്ത്യൻ കരാർ തൊഴിലാളികളെക്കുറിച്ച് ഇനിയും യാതൊരു വിവരവും ലഭ്യമായിട്ടില്ല. MCA നാസർ, മീഡിയ 1, മിഡിൽ ഈസ്റ്റ്.